5 വയസ്സ് മുതൽക്ക് തന്നെ കുട്ടികളെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കുട്ടികളുടെ കൂടെ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കിടത്തേണ്ടി വരും. ആർക്ക് സുഖമില്ലാത്തപ്പോഴോ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദമുള്ളപ്പോഴോ ചില സന്ദർഭങ്ങളിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഞാൻ വന്ന് കിടന്നോട്ടെ എന്ന് കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എനിക്ക് എൻ്റെ അമ്മയെ പോലെയുള്ള ഒരു ഭാര്യയെയാണ് ഇഷ്ടം, അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനെ പോലെയുള്ള ഒരു ഭർത്താവിനെയാണ് ഇഷ്ടം എന്നുള്ളത് പറയുന്നത്. ഇത് തന്നെയാണ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കുട്ടികളെ നമ്മുടെ കൂടെ കിടത്തി ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് 10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ, അവര് ഒരു കൗമാരപ്രായത്തിലോട്ട് അവര് കാൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കിടയിൽ ഒരു സെക്ഷലി ഇന്റിമസി, കൗമാരക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛനോടും, അതുപോലെ തന്നെ കൗമാരക്കാരനായിട്ടുള്ള ഒരു ആൺകുട്ടി അവളുടെ അമ്മയോടും 10 വയസ്സിനു മീതെ അവരുടെ ടീനേജിന്റെ ഘട്ടത്തിൽ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരുമിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവർക്കിടയിൽ ഒരു പ്രീനൽ സീൻ അഥവാ സെക്ഷൽ ഇന്റിമസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ്. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് അമ്മ മറ്റൊരാളുടെ കിടന്നുറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ജലസ് തോന്നും, ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഈ വേറെ അവരെ മാറ്റി കിടത്തിയിട്ടില്ലെങ്കിലുള്ള മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു മാനസികമായിട്ടുള്ള വളർച്ച ഉണ്ടായിരിക്കില്ല. മെന്റൽ ഗ്രോത്ത് ഉണ്ടാവാനും വളരെ അധികം സാധ്യത കുറവായിരിക്കും. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസി ഉണ്ടാവില്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവരെ 5 വയസ്സ് മുതൽ മാറ്റി കിടത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ, ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ അവര് വളരെ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. പാരന്റ്സ് ആയിട്ടുള്ള നമ്മളാണ് അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടത്.